രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അധിക്ഷേപിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി. അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്ന പരാമർശം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. വിവാദമായതോടെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന വാദവുമായി എം പി രംഗത്തെത്തി. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമല്ലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി ഞാനത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാണ് ചോദിച്ചത്. മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ. അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതിൽ നിഗൂഢത ഉണ്ടാകാം, അത് ഗൂഢാലോചന ഉണ്ടാകാം, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ നിയമപരമായ വ്യവസ്ഥ കൊടുക്കാതെ നീതിന്യായ പീഠത്തിന് മുമ്പിൽ പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ? അതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? വി കെ ശ്രീകണ്ഠന്റെ പരാമർശം ഞെട്ടിച്ചു എന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും. ഒരു വസ്ത്രം വെച്ചിട്ടാണോ ഒരു സ്ത്രീനെ അളക്കണത്? തീർച്ചയായിട്ടും അതല്ല. അപ്പം അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊന്നും എനിക്ക് പെൺകുട്ടികളെ, ആ കുട്ടിയുടെ ജോലി അതാണ്, മോഡലിങ് ഇതൊക്കെ. അപ്പോൾ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെപ്പറ്റി വി കെ ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. എന്തുകൊണ്ട് ആ വലയത്തിൽ ശ്രീകണ്ഠൻ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാഹുലിനെ സംരക്ഷിക്കാനാണ്, പാലക്കാടാണല്ലോ ഷാഫി, അങ്ങനെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ എനിക്കറിയാം ഇവരൊന്നും തമ്മിൽ അത്ര അങ്ങോട്ട് സുഖത്തിലൊന്നുമല്ല. പക്ഷേ എന്നാലും ഈ സമയത്ത് രക്ഷിക്കേണ്ടത് ആളുടെ ചുമതലയെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.